Hello மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர் வித் மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, பார்ட் 1 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கல டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ற போய் பாருங்க. இப்போ பார்ட் 2 குள்ள போயிடலாம். കുന്തിരിക്കും മാത്രം ഇല്ല. അത് അപ്പുറത്തെ പീടിയെന്ന് വാങ്ങിക്കോ. ശരി. ഇത് ഇവിടെ ഓളെ അച്ഛനോട് പറഞ്ഞാക്ക് പറ്റി കുറെ പറ്റിക്കല്ലേ. കുട്ടിയിട്ട് നീ സ്ലീവ്ലെസ് ചുരിദാറൊക്കെ അടിക്കാനറിയോ? എന്റെ പൊന്നില്ലാലു, നിനക്ക് ആ 10 എഴുതിയെടുത്തു. കുഞ്ഞിരാമനെ പോലെ ദുബായ്ക്കെല്ലാം പോയിക്കൂടെ? എന്നിട്ടല്ല അറബീനെയും പറ്റിച്ച് 4 കാശ് സമ്പാദിച്ചൂടെ? ഇല്ല കുട്ടേട്ടാ, കുട്ടേട്ടനെ വിട്ടിട്ട് ഞാൻ എവിടെയും പോവില്ല. ഈ ദേശമാണ് എന്റെ ദുബായ്, കുട്ടേട്ടനാണ് എന്റെ അറബി. ഈശ്വര, ഇവന്റെ ഈ ചേമ്പിലെ സ്വഭാവം കാരണം എനിക്ക് എടുത്തേക്കാൻ കുത്തുപാള പോലും ബാക്കി കാണണമെന്നാ തോന്നുന്നു. നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ ലാലു. തങ്കമണിയാ കോൺസ്റ്റബിൾ സുഗുണന്റെ പെങ്ങൾ രേഷ്മയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ, എന്തേ? നീ എന്റെ കൂടെ കൂടിയതിനു ശേഷം അവൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തയ്ക്കാനാന്ന് പറഞ്ഞു വരും. സംഭവം തയ്ക്കാനൊന്നുമല്ല, അന്നെ കാണാൻ. റെഡിമെയ്ഡ് ഡ്രസ് വാങ്ങിയവക്ക് പെട്ടെന്ന് തയ്ച്ച ഡ്രസ്സിനോടൊരു സ്നേഹം തോന്നേണ്ട കാര്യം എന്താ? എന്താ? നീ നീ അവളുടെ മനസ്സിൽ കയറി കഴിഞ്ഞില്ലാലു. ഞാനോ? അതേടാ, നീ ഒന്ന് മനസ്സ് വെച്ചാ വളയ്ക്കാന്നതേ ഉള്ളൂ. നിന്നെ കൊണ്ട് പറ്റും. കുട്ടേട്ടനുണ്ടടാ കൂടെ. കുട്ടേട്ടാ, പുതിയ ഫോട്ടോ വേണമായിരിക്കും പേഴ്സി വെക്കാൻ. തരാട്ടോ. ഒരു പോലീസുകാരനെയും തല്ലുകൊള്ളുമ്പോ നിന്റെ ഈ സുഖയുടെ താനെ മാറിക്കോളും. ഭയങ്കര വിഷമം, സഹിക്കാൻ പറ്റുന്നില്ല. ശരിയാ, നീ ഇപ്പൊ 1 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കുഞ്ഞിരാമനെ കാണാൻ കഴിയുള്ളൂ. അയ്യാ, അവൻ പോയോണ്ടല്ലോ വിഷമം. അവൻ കുടിയിരുത്തേന സഹിക്കാൻ പറ്റുന്നില്ല. എന്നാ കുപ്പി എടുക്കാം. അല്ല, കുപ്പിയെടുത്താലോ സൽസ? എന്റെ കട്ട വെറുതെ അല്ലേ നാട്ടില് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാകാത്ത. എന്തൊക്കെയുണ്ട് സുഖം? തന്റെ കോട്ടയം പ്രേതം. വിശേഷം എന്തൊക്കെയുണ്ടെന്ന്? സെലിബ്രേഷൻ, ജവാൻ, സൽസ അതോ ഹെർക്കുലിസ് ആയാലോ? ഒരു സൽസ ഫുള്ള്. ആ, സെയിം പിഞ്ച്. ഞാൻ സൽസയാ. എന്താ പിഞ്ചാ? ആ, തിന്നു നോക്കടോ, നല്ല രസമുണ്ട്. ഗൾഫിലേക്ക് അനിയന് കൊടുത്തേക്ക അമ്മ ഉണ്ടാക്കിയ കണ്ണിമങ്ങാച്ചാറാ. ഞാൻ മൾട്ടി കൗട്ടെ സാധനം വരുമ്പോഴത്തേക്ക് അച്ചാർ ബാക്കിയില്ല, എന്റെ സ്വഭാവം മാറൂട്ടാ. ഇച്ചിരി ബേജാറാവല്ലോ. സോഡ വാങ്ങാൻ പോകുമ്പോ ലേശം അച്ചാറും കൂടി വാങ്ങിയാ പോരെ? അപ്പൊ സോഡ തീർത്താ എന്തേ മുണിക്കോ? என்ன போறே ചെറുപ്പക്കാരി കോലായി തുറക്കുകില്ല. ஃபாலோ பண்ற மாதிரி இருக்கும் அவருக்கு. இங்கெல்லாம் இப்படி நிறுத்தக்கூடாது. இன்னும் இங்க ஏதோ ஒரு உருவம் தெரியுது. பேர்ட், ம், அவுல். என்ன பையன் காமெடி டிராமா தானே அப்ப சொன்னாங்க. എന്താ നനവ്? ചോരായിരിക്കണേ. பாட்டலா കറക്റ്റ് പറഞ്ഞതാ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ വെള്ളടിക്കാൻ വേണ്ടി ഇത്രയും വൈകി. പറഞ്ഞ പോലെ ഇവൻ ഇത് ഏതാ പോയി കിടക്കാം. ആ, പേരുണ്ട്. வெறும் சைக்கிள் வர போறான்னு நினைக்கிறேன். എന്താടാ? ഞാനൊരു കാര്യം പറഞ്ഞ തല്ലോ? എന്താണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞു. എന്നെ ആരും ഇവിടെ തല്ലാനൊന്നും പോണില്ല. നിങ്ങൾ തല്ലും. അതിനെന്തിനാണ് കൂട്ടെ ഞങ്ങൾ തല്ലുന്നേ? നീ ഞങ്ങളുടെ മുത്തല്ലേ? നീ കാര്യം വെച്ചാ പറ. ഇല്ല, നിങ്ങൾ എന്തായാലും തല്ലും. നിന്റെ ഈ നിഷ്കളങ്കമായ മുഖം നോക്കിയിട്ട് ആർക്കെങ്കിലും തല്ലാൻ തോന്നുന്നു? ഇല്ലാതെ സൽസക്കൊപ്പി പൊട്ടി. അല്ല പന്നിയെ, അന്നെ കാത്തുനിന്ന് എത്ര സോഡ ഞാൻ കുടിച്ചെടുത്തെന്നറിയോ? സോഡ കുടിക്കുന്ന അത്ര വലിയ നല്ല കാര്യം എന്നല്ല. അതിന്റെ വയറ്റിൽ കിടന്ന് എനിക്ക് എന്താ സംഭവിച്ച ഈ സമാനം പറയോ? ഇവരെ പറഞ്ഞു വിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചാ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് വരുന്നു. വെറുതെ രണ്ടാളും കൂടെ ഇന്നെ കുറ്റം പറയണ്ട. ആ പ്രേതോർമ്മന്റെ അവിടെ ഒരു വളവില്ലേ, അവിടെ നിന്ന് മനപ്പുറം തള്ളിട്ടാ. മാനത്തൊക്കെ സൈക്കിൾ അടിച്ചിട്ടുണ്ടാവുന്നു. വെറുതെ എന്റെ ഡ്രൈവിങ്ങിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്ന് ചിലക്കാണ്ട് വേറെ സാധനം ഒപ്പിക്കാനുള്ള വഴി നോക്കണം. വളരെ വെള്ളടിക്കാൻ മൈൻഡ് സെറ്റാക്കിയത് നടന്നില്ലല്ലോ. സങ്കടം ഉണ്ടല്ലോ, അതിലും വലിയ സങ്കടം വേറെ ഇല്ല. அதுக்கு அவனவே பிடிக்க போறாங்க. அவனும் ஒரு ஃபுல் வாங்கினா சேம் பிக்சர் சாம
ആ ഇത് ഫുള്ള് വാങ്ങണം അവൻ. സാധനം വാങ്ങിച്ചടിച്ചെന്ന് കുഞ്ഞിരാമൻ അറിഞ്ഞാ അതൊക്കെ ഗൾഫ് കിടക്കുന്ന കുഞ്ഞിരാമനെ എങ്ങനെ അറിയാൻ എന്റെ ശശിയെ? കിണ്ടിയെ വെള്ളടിയിൽ ശത്രുക്കളില്ല മിത്രങ്ങളെ ഉണ്ട് അത് ശരി ആ ശരിയാ. ലാലോ ലാലോ, ഞാനാ കഞ്ചൂട്ടനാ. എന്താ എല്ലാരും ഈ രാത്രിയില്? ഇന്ന് ബീവറേജിൽ നിന്ന് സൽസ മേടിച്ചില്ലേ? ആ വാങ്ങിയല്ലോ. ആ ദേ, വാങ്ങിയില്ലല്ലോ. ഒരു മിനിറ്റ്. ഫുള്ള നീ കുടിച്ചിരിപ്പാണ്. കേട്ടില്ല. നിങ്ങളെന്താ രാത്രി കുപ്പി വാങ്ങയുടെ സെൻസ് എടുക്കാൻ വന്നതാ? ഈ വാങ്ങിയ സൽസ ഈ കുടിച്ചിരുത്താ ഇല്ല. ആ, കണ്ടാ? സൂപ്പർ. മുത്താടാ. പടി മുത്ത്. അല്ല, ആ സ്ഥലത്ത് കുപ്പി പൊട്ടി. എവിടെയാണ്? ആ പ്രേതപ്പറമ്പില്ലേ, അവിടെ എത്തിയപ്പോ എന്റെ കയ്യിൽ നിന്ന് കുപ്പി വീണ് പൊട്ടി. ഇത് എപ്പടി രണ്ടുപേർക്ക് ഒരേ മതി. അല്ല, കഞ്ചൂട്ടൻ ഒരു കുപ്പി വാങ്ങിയിരുന്നല്ലോ, അതെവിടെ? അതും പൊട്ടിയടാ. അതും പൊട്ടി. കഞ്ചൂട്ടാ എന്താ പിന്നെ സെമ്പിഞ്ച് சேம்பிச்சடிக்கிற டைமிங் பாரு. അവനെ സർക്കിളായിട്ട് ഏർപ്പെട്ടിരിക്ക. അവന്റെ പോയി അല്ലെങ്കിൽ എനിക്ക് പണ്ടേ അറിയാം അവൻ കൂടാൻ പിടിക്കൂല. അയലത്തെ അങ്ങനത്തെ ജാതിയാണല്ലോ. അണ്ടക്ക് വെള്ളം കൊടുക്കാത്തവനല്ലേ. എന്താന്ന് വെച്ചാൽ തലയിൽ ഒഴുക്കും അങ്ങനെയല്ലേ. നമ്മുടെ കഞ്ചൂട്ടറല്ലേ ഇരിക്കുന്നേ? അതെ. ആ എടാ കഞ്ചൂട്ടർ, നീ അറിഞ്ഞോ നിന്റെ അയൽവാസി ഉസ്മാൻ ഉണ്ടല്ലോ, ആക്സിഡന്റ് ആയി. അത് നന്നായി. അല്ലെങ്കിൽ ആ പുതിയ ബൈക്ക് വന്നതിന് ശേഷം ഓന് പറപ്പിക്കല് ലേശം കൂടുതലാ. ആ ഇത് വണ്ടിയിൽ വരുമ്പോഴല്ലേ, ആ ബിവറേജിൽ നിന്ന് സാധനവും വാങ്ങി നടന്നു വരുമ്പോ പുറകിന്നൊരു ഓട്ടോറിക്ഷ വന്ന് ഇടിച്ചതാ. ഭയങ്കര കഷ്ടായി പോയി. ആസു സെൽസയാണ് നിലത്തി വീണ് പൊട്ടി ഒഴുകി പോയി. என்ன நடக்குதுங்க? എവിടെ വെച്ച്? ആ പ്രേതപ്പറമ്പില്ലേ അതിനടുത്ത് വെച്ച് വണ്ടി ഇടിച്ച எல்லாருக்கும் இதே மாதிரி நடக்குது. സംശയമുണ്ട്. അല്ല അവനത് കിട്ടേണ്ടതുമാണ്. കയ്യിരിപ്പതാ. எனக்கு டவுட் ஆயிடுச்சு. அவர் உடைச்சாருல்ல. ഇപ്പൊ 7 എണ്ണായി. ഇതെന്താപ്പത്? ഒരു മയല്ലാത്ത പൊട്ടലാണല്ലോ പൊട്ടണം. வினீத் உடைச்சாருல்ல, அதே இடத்துல அதே பிராண்ட் உடஞ்சிக்கிட்டே இருக்கு. കാറിലും കൊണ്ടുവന്നിട്ട് വരെ രക്ഷയില്ല. ഇവിടെ എത്തുമ്പോ വണ്ടി ഇടിക്കും. എങ്ങനെയെങ്കിലും സ്ഥലത്ത് പൊട്ടിയിരിക്കും. சாபம் விட்டு போயிட்டாரോ? വിരുദ്ധ സമ്മതക്കാരെന്തെങ്കിലും കൂടാത്രം ചെയ്തിട്ടുണ്ടാവുന്ന എന്റെ സംശയം. കൂടോത്രാവാനൊന്നും വഴിയില്ല. കൂടോത്രാണെങ്കിൽ എല്ലാ കുപ്പി പൊട്ടണ്ടേ. ഇതിപ്പോ സൽസയ്ക്ക് മാത്രമല്ല പ്രശ്നം. സെലിബ്രേഷനും ജവാനൊന്നും ഒറ്റ വരലും വരെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നാലും പൊട്ടൂല. ബിയറും കുപ്പിയൊക്കെ നിലത്ത് കൊണ്ടുപോലും പൊട്ടുന്നില്ല. സൽസ മാത്രം, വളരെ സൽസ മാത്രം. എന്താണ്ടോ സൽസ ശാപം. சபிக்க விட்டுன்றாங்க. സൽസക്ക് എന്താ കൊമ്പുണ്ടോ? ഈ സ്ഥലത്തിന് എന്താ പാലുണ്ടോ? കൊണ്ടുവന്ന് കാണിച്ചു തരും. இப்ப அவர் சொல்லணும், കൊണ്ടുവന്ന് കാണിച്ചു തരും. சசி சொல்லணும். വന്നാലും ഭൂതം വന്നാലും രതീഷിന് പുല്ല് കൗട്ടെ കൊണ്ടുവരുമ്പോ 2 കൊണ്ടുവന്നോ. ഒന്ന് പൊട്ടിയാലോ മറ്റേ ഉണ്ടാവില്ലേ. ആ 2 സൽസ. கன்ஃபார்ம் முடிய போகுது. இவனுக்கு வரத பார்த்தாலே உடையற மாதிரி தான் இருக்கு. ஐயோ வச்சிட்டு இருக்க விதத்தை பாரு. കൗട്ടും ബോധലാണ്. പറഞ്ഞോ ஐயோ உடம்புல குத்திருச்சு நினைக்கிறேன். വിളിക്കില്ലേ രതീഷേ? ആണാ തെജത്ത് കുപ്പിച്ചില്ലേ? ക്വാർട്ടർ വാങ്ങിച്ചിരുന്നെങ്കിൽ പൊട്ടിക്കിടക്കുമ്പോ മിട്ടല് ചെല്ലേ. അന്റെ ഒരു ഒറ്റ കാരനാ 2 കുപ്പി വാങ്ങാൻ പറഞ്ഞേ. അവിടെ നിന്ന് അങ്ങോട്ട് മഞ്ഞപ്ര ബിവറേജിൽ നിന്ന് സൽസ വാങ്ങിയിട്ട് ആരും സൽസയോടുകൂടി ദേശത്തെത്തി. സ്വന്തം നാട്ടിൽ നിന്നൊരു കുപ്പി സൽസ കുടിക്കുന്നത് ദേശക്കാരുടെ അഭിമാന പ്രശ്നമായി മാറി. കള്ളു കുടിക്കാത്ത നാട്ടിൽ അതിസാഹസികന്മാരും ധീരന്മാരും വരെ ഇതിന്റെ ഒരു ഗുട്ടൻസ് അറിയാൻ ഒന്ന് ശ്രമിച്ചു നോക്കി. പിന്നെ നാട്ടിലെ തലമൂത്ത കുടിയന്മാര് മുതൽ ന്യൂ ബോൺ കുടിയന്മാര് വരെ സൽസ നാട്ടിലെത്തിക്കാൻ ഒന്ന് മുന്നോട്ടിറങ്ങി. എവിടെ അങ്ങനെ പേരില്ലാത്ത ആ വളവിനൊരു പേര് വീണു, സൽസമുക്ക്. அவர் தான் ஆரம்பிச்சு வச்சுட்டு போனாரு. எடுத்துட்டு போயிட்டாரு. நடந்து போகும்போது எப்படி விழுதும் பாப்பேரு. என்னாச்சு? പുത്തൻ വീട്ടിൽ ദിവാകരൻ നായിരുന്ന ആചാനബാഹു സൽസ കടത്തിയ സന്തോഷത്തിൽ ഒരു അയ്യോ, ഹൃദയം പൊട്ടി മരിച്ചെങ്കിലും ദേശക്കാർക്ക് തങ്ങളുടെ മണ്ടം വിശ്വാസങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ
അത് ധാരാളമായിരുന്നു. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞു. തിരുവോണ്ടരൂര് 20 ഉറുപ്പ്യ കൂടി. മഞ്ഞപ്ര ഒരുവേള പുതിയ 2 ജീവനക്കാരും വന്നു. എന്നിട്ടും സൽസ മാത്രം ദേശത്തെത്തിയില്ല. ഇവർ വന്നதுக்கு അപ്പുറം ശരിയായിടുമോ? സൽസ ശാപം കൊടുപ്പിരിക്കൊണ്ടിരിക്കുമ്പോ ശാപമുണ്ടാക്കി വെച്ച് ഗൾഫിൽ പോയ നമ്മുടെ കഥാനായകൻ വീണ്ടും ലീവിന് വന്നു. ഈ വരവിൽ ഇനി എന്തൊക്കെയാണാവോ ദേശത്ത് നടക്കാൻ പോകുന്നത്? പയ്യൻ കുറച്ച് ദുബായ് ഷോപ്സ്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. അവന്റെ ചോക്ലേറ്റ് പരമോട്ടാ കുഞ്ഞിരാമ എന്താ സുഖല്ലേ? ആ സുഖമൊക്കെ തന്നെ. ഈ എപ്പോഴാ തിരിച്ചു പോണേ? പോണില്ലേ? നാട്ടിൽ കാലുകുത്തുന്നതിന് തിരിച്ചു പോകുന്നു. വണ്ടി എടുക്കണം. മതിയാക്കി ഇപ്പൊ എത്ര നേരം നിന്നിട്ട് இருக்காரு ദാസേട്ടനെ. കുഞ്ഞിരാമ, ദേ ആ രാമേന്ദ്രന്റെ അമ്മ വന്നിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. എല്ലാം എനിക്ക് ദേ അവർക്ക് കൊടുത്തേക്ക്. ഇത് അമ്മക്ക്. ഷോ, എനിക്ക് എന്തിനാ ഇപ്പൊ ഈ വളയൊക്കെ? എന്നാലും ഇരിക്കട്ടെ, നീ സ്നേഹത്തോടെ തന്നല്ലേ. ഷോ, അയ്യോ, ഇത് അമ്മക്കിടാനല്ല, ഇത് കല്യാണത്തിന് നമുക്ക് സച്ചിൻ ഇടാൻ വേണ്ടി വാങ്ങിയതാ. അല്ലെങ്കിൽ എനിക്കെന്തിനാ ഈ പ്രായത്തിൽ വളയൊക്കെ? ആ കഞ്ചിതാ എന്തെല്ലാം ശശിയടിയല്ല? ഓൻ കടയിലുണ്ട്. അപ്പൊ ശരി, വൈകിട്ട് കാണാം. ഓക്കെ ശരി, കട കാണാം. ഓക്കെ. ഒന്നുമേ കാണാ. அவரே ஒண்ணு வாங்கிட்டு வரல நினைக்கிறேன். எல்லாம் எல்லாத்தையும் கொடுத்துட்டாரு. ശിവാസ് കഞ്ചുടാ. ശിവാസ് കണ്ടു. ഇതെന്താ ഇത്? ഞാൻ കൂടി നിർത്തിയ പിന്നെ നിങ്ങൾ എല്ലാരും കൂടി നിർത്തിയ? കൂടി നിർത്തിയിട്ടൊന്നുമില്ല, വേണമെങ്കിൽ കുടിക്കാം. വേണമെങ്കിൽ കുടിക്കാന്നാ ശശിയെ? ഈ എന്നാണ് ഈ പറയുന്നത്? ഒരു ഇതിപ്പോ നമ്മുടെ മുന്നല്ല, ഈ ദേശത്തിൽ ആരുടെ മുന്നിൽ കൊണ്ടുവച്ചാൽ ഇത് തന്നെ അവസ്ഥ. ഇവിടെ ഇപ്പൊ ഷീലും ബ്ലാക്കിലും ഒന്നുള്ള ആവശ്യം സൽസയാണ്. സൽസ സൽസയാ? ദേശത്തൊരു സൽസ എത്തിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ ആനയോട്ട് വരുന്ന ടീംസ് ഉണ്ട്. അപകടം പറ്റുമെന്ന് പേടിച്ചിട്ട് പലരും സൽസ കൊണ്ടുവരാൻ ശ്രമിക്കാറ് പോലുമില്ല, ഒരാളൊഴികെ. എല്ലാ ആഴ്ചയും മുടങ്ങാണ്ട സൽസ കൊണ്ടുവരാൻ ശ്രമിക്കും. അതാരാ? ഇവൻ തന്നെ അത്. ഇന്നലെ എങ്ങനെയാ പൊട്ടിയത്? നിനക്ക് വേറെ പണിയൊന്നുമില്ല ചെക്ക. എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്തെ? ധൈര്യം ഇല്ലാത്തൊരു പിന്മാറുന്ന വെച്ചിട്ട് ഞാൻ പിന്മാറില്ല. സൽസ ഉണ്ടെന്നിട്ട് ഞാൻ അടങ്ങും. ഓ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നാവും. എങ്ങനെയുണ്ട് വീര? ഉസാറ് ഇതാ ഗണപതി. അതെ അതെ. ഞാൻ കല്യാണം വിളിക്കാൻ വന്നില്ലോ എന്ന് കരുതിയിരിക്കുന്നു. ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീലം മുക്കുന്ന ഒരേ പോലെയാ. ഇവന്റെ ഒക്കെ കൂടെ നടന്ന അവസാനം നീ ഇവനെ പോലെ അറച്ചിൽ മണ്ണ് പറ്റിയിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവൻ ഇരുത്തോ. ഒന്ന് പോടാ, കണ്ടോന്റെ തല്ലു കൊണ്ടിട്ടൊന്നും വന്ന് നിൽക്കല്ലേ എന്റെ മോൻ. ഈ നാട്ടിൽ കുറെ എണ്ണം ശ്രമിച്ചു കിട്ടിയല്ലേ, എന്നിട്ട് എന്തായി? വലിയ ആനക്കാരിയല്ലേ? ആ ദേശത്തെ ഒരു ആനക്കാരി തന്നെ. ഇവിടെ ആർക്കും ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് വരെ കൈകൊണ്ട് കള്ളു കൊടുത്ത എന്റെ മോനെ അതിന് മെനക്കെട്ടെ. ഇവനൊക്കെ എത്ര മുക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. നടക്കോ ഈ പറഞ്ഞ നിനക്ക് പറ്റുമോ? നാക്കെറിയും പോയോ? അതിനെ നീ ചെയ്ത് കാണിക്കടാ, എന്നിട്ട് മതി ബാക്കി വർത്താനം. எனக்கு தெரிஞ்சு இவரால வாங்க முடியும்னு நினைக்கிறேன். ഞാൻ ചെയ്യും. யா നിങ്ങളെ മോനെ ഒരു സ്ഥലത്തും ഒരു കാലത്തും ഞാൻ ജയിക്കാൻ വിടില്ല. அண்ணன் தம்பி ரோல இப்படி opposition villagers എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. avengers சல்சியை வாங்க போறாரு போயிட்டு. സൽസ കൊണ്ടുവരും. നിങ്ങൾ ആരും വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യം എന്റെ കല്യാണത്തലേന്ന് ഞാൻ നടത്തി കാണിച്ചു തരും. കല്യാണം തപ്പയുടെ ഇറക്കി പോறாரு. റെഡിയായിക്കോ. കുഞ്ഞിരാമനാണ് പറയുന്നത്, ദുബായ് കുഞ്ഞിരാമൻ. ஆபமே அவர் தானே விட்டாரு. அவருக்கு ஓகே ஆயிடுன்னு நினைக்கிறேன் தெரிஞ்சது. ஆஹா
The moment of truth. ഇതിന് നടക്കുന്നതിനും പാപ്പ കുഞ്ഞിരാമന്റെ കല്യാണം. പക്ഷെ ഇന്നാണ് കുഞ്ഞിരാമൻ വെല്ലുവിളിച്ച ആ ദിവസം. ദേശത്തിന്റെ മണ്ണിലേക്ക് 1 വർഷത്തിന് ശേഷം സൽസ മടങ്ങി വരുന്ന സുദിനം. കണ്ടോ, കുഞ്ഞിരാമന്റെ കഴിവിലും ധൈര്യത്തിലുള്ള ഇന്നാട്ടുകാരുടെ വിശ്വാസത്തിന്റെ തെളിവാണ് ഈ കൂടിയിരിക്കുന്ന ജനക്കൂട്ടം. സൽസ ഫുള്ള് வாங்கிட்டு போயிடுவியா நீ? எத்தனை வாங்கியிருக்காரு? ഒന്നുതാ. മാഷേ ഇത് എത്ര കാലായി കണ്ടിട്ട്. അപ്പൊ ഞാൻ കേട്ടതൊക്കെ ശരിയാണല്ലേ? എന്താ മാഷേ? ഈ സലസ വാങ്ങാൻ വന്നതാ? നാട്ടുകാര് പറയുന്നൊന്നും വെറുതെ അല്ല. പേടിക്കണം കുഞ്ഞിരാമ. സ്ഥലം സൽസമുക്ക. ഇത്രക്ക് പ്രശ്നം നിനക്ക് അറിഞ്ഞൂടെ മാഷേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഈ ആ സൽസൂപ്പി വലിച്ചെറിഞ്ഞ് നേരെ വീട്ടിൽ പോയി. അല്ലെങ്കിൽ അത് പറ്റില്ല. ഇല്ലേ? നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എന്റെ അമ്മാവനെ വെല്ലുവിളിച്ചാ. അതും പൊക്കി പിടിച്ച് അങ്ങോട്ട് ചെല്ല്. അതിനുള്ള ധൈര്യം എനിക്കിപ്പോ ഇല്ല മാഷേ. ധൈര്യം ഇല്ല. ആ കാറ്റാടിക്കുന്നിലെ ഒരു വാറ്റ് കേന്ദ്രമുണ്ട്. അവിടെ കാട്ടുതീ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ധൈര്യത്തിന് ബെസ്റ്റാ. പക്ഷെ മാഷേ, ഞാൻ കുടി നിർത്തിയിട്ട് 1 കൊല്ലായി. അയ്യോ, കെട്ടാൻ പോകുന്ന പെണ്ണിന് ഞാൻ വാക്ക് കൊടുത്തതാ എനിക്ക് കുടിക്കൂലെന്ന്. നിനക്കിപ്പോ പെണ്ണിന് കൊടുത്ത വാക്കാണോ വലുത്, നാട്ടുകാരോ മുമ്പിൽ വെല്ലുവിളിയാണോ വലുത്? ഏത് തീരുമാനിക്കും? குடிச்சிட்டாரா? ശശിയ പിന്നിക്കൊക്കെ ഒരു ജില്ലാ സമ്മേളനത്തിനുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനാണെങ്കിൽ നമ്മുടെ സൽസ അമ്പലത്തിൽ പുണ്യാഹം തളിക്കണ മാതിരി തളിക്കാൻ കൂടെ തികയില്ലാട്ടാ. കുഞ്ഞിരാമൻ കൊണ്ടുവരുന്ന സൽസ കൂട്ടുകാരെ എമ്മക്കുള്ളാണ്. നമ്മള് 2 ആളും അല്ലാതെ മറ്റൊരു മനുഷ്യ കൂട്ടിയാൽ തൊടൂല. ഞാനും ഉണ്ടോ ഇന്നും കൂടി കൂട്ടി. നിങ്ങൾ 2 ആളും ഒറ്റയ്ക്കായിട്ട് കുടിച്ചാളെ. ഇവനും കൂടി 3 ആള്. അതിന്റെ അപ്പുറത്തേക്കില്ല. അതിന്റെ അപ്പുറത്തേക്കായിട്ട് സമ്മതിക്കൂല. അക്കാര്യത്തിൽ ഞാൻ സ്ട്രോങ്. അങ്ങനെയാണെങ്കിലും ഓക്കെ. കുഞ്ഞിരാമൻ വരില്ല മോനെ. എന്ത്? കുഞ്ഞിരാമൻ വരില്ലേന്ന്? അയ്യോ കുഞ്ഞിരാമൻ കാലിനെ കത്തിക്കേണ്ട സമയം അപ്പഴാ കുഞ്ഞിരാമൻ. നീ പൊയ്ക്കോളി. നീ ഇല്ലേ പടക്കത്തിന്റെ കൂടെ പൊട്ടിത്തെറിച്ചു. നീ ഒന്നും ഒരു കാലത്ത് ഗുണം പിടിക്കല്ലടാ. The moment of truth. வர்றதெல்லாம் ஓகே. അവരില്ല. ആ ചെക്കനതാ സൽസ മുക്കി കിടക്കുന്നു. ആരെങ്കിലും എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടാക്ക്. ആര്? കുഞ്ഞിരാമനോ? കുഞ്ഞിരാമൻ. அதுதா. குடிச்சிட்டாரு ஃபுல்லா அவரு. കല്യാണം. അയ്യോ, എന്റെ കല്യാണം കഴിഞ്ഞു. അതൊക്കെ സമയത്തിന് തന്നെ കഴിഞ്ഞു. ഓളെ വേറെ കെട്ടി. കല്യാണ തലേന്ന് വരെ വെള്ളടിച്ച് റോട്ട് കിടക്കുന്ന ഒരുത്തിനെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതേ சொன்னாரு അവര്. നിങ്ങളൊക്കെ കാരണം എന്റെ കല്യാണം മുടങ്ങി. നിന്നോട് ആരെങ്കിലും പറഞ്ഞ കാട്ടു നീ മോദൻ അവിടേക്ക് കുഞ്ഞിരാമ സാരല്ല പോട്ടറാ. എന്നാലും എന്റെ മുഹൂർത്തത്തിന് മുമ്പെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാറില്ല. ഇന്നലെ രാത്രി 10 മണി തൊട്ട് വിളിക്കാൻ തുടങ്ങിയതാ. 4 കിലോ 3 മുതൽ കുറ്റപ്പത്ത് നമുക്ക് അന്നോടല്ലേ പറഞ്ഞേ അവിടെ വരുന്നേ? അല്ല കുഞ്ഞിരാമ, ഈ എന്തിനാ നടന്നു വന്നത്? ഈ സ്കൂട്ടറിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ സൽസദേശത്ത് എത്തുകയും ചെയ്യായിരുന്നു. അന്റെ കല്യാണം നടക്കായിരുന്നു. എടാ, ഞാൻ സ്കൂട്ടറിൽ തന്നെയാ വന്നത്. ആ സൽസ മുക്ക് കൂടെ വണ്ടി ഓടിച്ച എനിക്ക് ഓർമ്മയുണ്ട്. ഇവൻ എന്തറിഞ്ഞിട്ടാ പറയുന്നു? സൽസ കുഞ്ഞിരാമ സ്കൂട്ടറിലാണ് വന്നെങ്കിൽ പിന്നെ എങ്ങനെയാണോ നിന്റെ സ്കൂട്ടർ 10 കിലോമീറ്റർ അപ്പുറത്തുള്ള കാറ്റാടിക്കുന്നിലെ വാറ്റ് കേന്ദ്രത്തിന്റെ മുന്നിൽ ഇന്ന് രാവിലെ ഞങ്ങൾ കണ്ടത്? ഇത് ഭയാൻ. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. രതീഷ്, ஸ்கூட்டர் வேணும் வந்தாரு. നമ്മളൊരു വെല്ലുവിളി ഉണ്ട്. വെല്ലുവിളി അതൊന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. കൂട്ടത്തിൽ വേറൊരു കാര്യം, എന്റെ മോൾ തങ്കമണിയുടെ കല്യാണം ഉറപ്പിച്ചു. ചെക്കനെ നീ അറിയും. നീ കെട്ടാനിരുന്ന സജിതയുടെ ആങ്ങള. എന്നെ കൊണ്ട് സജിതയെ കെട്ടിക്കില്ല എന്ന് അവര് തീരുമാനിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി അവർക്ക് ബുദ്ധിമുട്ടെന്ന്. ഉടനെ പോയി കല്യാണം ആലോചിച്ചു. അടുത്ത മാസത്തേക്ക് എന്നെ ഉറപ്പിക്കുകയും ചെയ്തു.
ആ കല്യാണത്തിന് ആദ്യം എന്നെ തന്നെ ക്ഷണിക്കണമെന്ന് എനിക്ക് തോന്നി. ആ പരിസരത്തേക്ക് വന്നു പോരുത്. ആ ആ വണ്ടി വിട്ടോ, ഇവിടെ പോ. രതീഷ പോകുന്ന വഴിക്ക് ആ സൽസമുക്കിന്റെ അവിടെ ഒന്ന് വണ്ടി നിർത്താം. எதுக்கு யாருப்பா அது? தங்கமணி പോകുന്ന പോക്കിൽ ആ ബീവറേജിൽ നിന്ന് ഒരു സൽസ കുപ്പി വാങ്ങണം. കെട്ടി ഭാര്യനെ ഗൾഫ് കൊണ്ടുപോകുന്ന ഈ കെട്ടാൻ പറ്റാത്ത വിഷമത്തിൽ സൽസയെ ഗൾഫ് കൊണ്ടാണ്. ഇതെനിക്ക് കമഴ്ത്താനല്ല. ഇന്ന് എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോ നിങ്ങൾ ആ സൽസ കുപ്പി ഈ നാശം പിടിച്ച സ്ഥലത്തെറിഞ്ഞ് പൊട്ടിക്കണം. ഈ സൽസമുക്കിന്റെ കടി അങ്ങനെയെങ്കിലും തീരട്ടെ. ജാ. இங்க என்ன ஒரு பாட்டில் இருக்கு? கொண்டு வந்து உடைக்க சொன்னாரு. വാസുവേട്ടാ നിങ്ങൾ പോരുന്നോ? ഏയ് കുഞ്ഞിരാമന്റെ ചെലവിലോടുന്ന വണ്ടിയിൽ ഞാൻ വരില്ല. കുഞ്ഞിരാമന്റെ ഓട്ടം കഴിഞ്ഞിന് ഇത് റിട്ടേണാ. നിങ്ങൾ എന്ത് ചെറിയ മക്കളമാരി കേറിങ്ങട്ട് പോവാ. அவர் கையில இந்த பாட்டில் வச்சிருக்காருப்பா. இவர் எடுத்து போயிட்டாருன்னா இவர் ஜெயிச்சிருவாரா என்ன? എന്റെ ഡ്രൈവിംഗ് തീരെ പോരാ. ഡ്രൈവിംഗ് ഞാന് പണ്ട് ഞാൻ കുവൈത്തിൽ ഇതുപോലെ ഒരു വിടൽ വിട്ടിട്ടുണ്ട്. കേക്കണം, ഗൾഫ് യുദ്ധം 1991. അല്ല നിങ്ങൾ ഇവിടെ ഇറങ്ങി നടക്കണം. എന്താ വണ്ടി കംപ്ലൈന്റാ? അല്ല എങ്ങനെ പോയത് കംപ്ലൈന്റ് ആവും. നീ വിട്. അന്ന് എന്നോട് പറയാൻ സദ്ദാം ഹുസൈൻ എന്നെ വിളിച്ചിട്ട് പറയാനുള്ളൂ. அதே நிறுத்த மாட்டாரு போல. மறந்துட்டாங்களா? உடைக்க மறந்துட்டாங்க. അപ്പൊ ശരി, എടുത്തിട്ടുണ്ടാര്. ആ. ஐயோ போச்சு. அவங்க முடிஞ்சிருச்சு அப்படின்னா കുഞ്ഞിരാമൻ തുടങ്ങി വെച്ച ദേശത്തെ സൽസശാപം കുഞ്ഞിരാമൻ കാരണം തന്നെ മാറി. പക്ഷെ ദേശക്കാർക്ക് ആശ്വസിക്കാറായിട്ടില്ല. ദേശത്ത് പുതിയൊരു പണിയൊപ്പിച്ചു വെച്ചിട്ടാണ് കുഞ്ഞിരാമൻ വിമാനം കയറിപ്പോയത്. ഒരലാക്കിലെ പണി. தேங்க்யூ ஃபார் வாட்சிங். பார்ட் 2 நம்ம அடுத்த பார்ட்ல சந்திப்போம். Bye. பாய்.